പത്തനംതിട്ടയിൽ CPI ജില്ലാ നേതാവ് കോൺഗ്രസിൽ. ജില്ലാ കൗൺസിൽ അംഗവും പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന അബ്ദുൾ ഷുക്കൂറാണ് പാർട്ടി വിട്ടത്. കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയെ പരിഗണിക്കാത്തതടക്കം പാർട്ടി വിടാൻ കാരണമായെന്ന് അബ്ദുൾ ഷുക്കൂർ 24-നോട് പറഞ്ഞു. പ്രധാന കാരണം സംഘടനാ രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. പാർട്ടി നേതൃത്വമായി വിഷയം എന്ന് പറഞ്ഞാൽ ഈ ജില്ലാ പഞ്ചായത്തിൽ CPI കാണിച്ച ഒരു സംവിധാനം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള ഒരു പാർട്ടി ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ്. 2 അംഗങ്ങളുള്ള ജില്ലാ പഞ്ചായത്തിൽ ഒരാൾക്ക് തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസ്ഥാനവും ജില്ലാ പ്രസ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ CPI പോലുള്ളൊരു പാർട്ടിയിൽ നടന്നല്ലോ എന്നുള്ളതാണ് ഖേദകരമായ ഒരു ഓഫറും ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു ഓഫറും ഇല്ലാതെ പ്രവർത്തിച്ച് ബ്രാഞ്ച് തലം മുതൽ പ്രവർത്തിച്ച് ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാളാണ്, സംഘടന ഉണ്ടാക്കിയ നേതാവായ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കളയുന്നതിന് ഒരു വിഷമവുമില്ല. ഇനി ശ്രീകുമാരൻ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും. ഈ പത്തനംതിട്ടയിൽ നേരത്തെ തന്നെ CPIയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ അബ്ദുൾ ഷുക്കൂറിന്റെ പാർട്ടി മാറ്റം. പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഏതാനും ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊന്നും അബ്ദുൾ ഷുക്കൂർ ഇറങ്ങിയിരുന്നില്ല. അപ്പോൾ തന്നെ അസ്വാരസ്യം മണത്തിരുന്നു. അതിൽ കൃത്യമായി എടുത്തു പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉച്ചസ്ഥായിയിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPI ശ്രീനാദേവി കുഞ്ഞമ്മയെ പരിഗണിക്കാതെ നിലവിൽ അവിടെ ഉണ്ടായിരുന്ന രാജി രാജപ്പനെ തന്നെ വീണ്ടും പരിഗണിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നവർ മുൻപ്. എന്തായാലും ഇതിൽ കടുത്ത അതൃപ്തി അബ്ദുൾ ഷുക്കൂർ അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. AP ജയൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഒരു കരങ്ങളാണ് ഇതിന് പിന്നിലെന്നൊരു ആക്ഷേപമാണ് ആ വിഭാഗം ഉന്നയിക്കുന്നത്. ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അബ്ദുൾ ഷുക്കൂർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തുകയായിരുന്നു. ഈ ചർച്ച ഏതാണ്ട് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയുടെ പത്തനംതിട്ടയിലെ വിശ്വസ്തനായ നഹാസ് പത്തനംതിട്ട വഴി ഇത്തരത്തിലൊരു കോൺഗ്രസിലേക്ക് ഒരു കൂടുമാറ്റം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. ഏറ്റവും നന്നായി സംഘടനാ പ്രവർത്തനം നടത്താൻ കോൺഗ്രസിൽ മാത്രമേ കഴിയൂ എന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും DCCയിലെത്തി സതീഷ് കൊച്ചുപറമ്പിൽ അടക്കമുള്ള നേതാക്കളെ കണ്ട് ആശീർവാദം വാങ്ങിച്ച് അംഗത്വം സ്വീകരിച്ചാണ് അബ്ദുൾ ഷുക്കൂർ മടങ്ങിയിരിക്കുന്നത്. ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും CPIയുടെ മുൻ മണ്ഡലം സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ വ്യക്തമാക്കിയിരിക്കുന്നു. ശരി, ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.